بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ബറാഅത്ത് രാവ് നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞു. ബറാഅത്ത് രാവ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു രാത്രിയാണ്. മഹാന്മാരായ അയിമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം നിറഞ്ഞ 5 രാത്രികൾ. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഗുനിയ അടക്കമുള്ള ധാരാളം കിതാബുകൾ അത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്തപ്പോൾ ആ പ്രബോധനത്തിന്റെ പ്രതിഫലനം അത് അവിടുത്തെ പ്രബോധിതരിൽ ഫലിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു രാത്രിയുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സശ്രദ്ധം അത് കേൾക്കാൻ വേണ്ടി ജിന്നുകൾ കാതുകൂർപ്പിച്ച ആ രാവ് ഖുർആൻ സൂറത്തുൽ ജിന്നിന്റെ ആയത്തുകളിലൂടെ ആ രാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെ അവിടുത്തെ പ്രബോധിതരിൽ ഫലിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തിയ ദഅവത്തിന്റെ രാവ് എന്ന് അതിന് പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രമുഖമായ 5 രാത്രികളിൽ ഒന്ന് അതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പിന്നെ കാണുന്ന അതിപ്രധാനപ്പെട്ട ഒരു രാത്രി, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദീനിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിൽ വെച്ച് വലിയ ഒരു വെല്ലുവിളി ഏറ്റെടുക്കേണ്ടി വന്നു. മറ്റൊന്നുമല്ല, ചന്ദ്രനെ പിളർത്തുക എന്നതായിരുന്നു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തിയത് ലോക ചരിത്രമാണ്. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമായിട്ടാണ് ഖുർആൻ അത് പറഞ്ഞിരിക്കുന്നത്. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ എന്ന് കാണാം പരിശുദ്ധ ഖുർആൻ. ഖിയാമത്ത് നാൾ ഇങ്ങനെ അടുത്തു, ചന്ദ്രൻ പിളർന്നു. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗമാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രനെ പിളർത്തി എന്നുള്ളത്. ചന്ദ്രൻ പിളർന്ന രാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട രാവാണ്. മൂന്നാമത് അവിടുത്തെ ജീവിതത്തോട് വളരെ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 രാവിലെ മൂന്നാമത്തെ രാവ് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവാണ്. 4ാമത്തെ രാവ് റമളാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള 5 രാത്രികളിൽ 5ാമത്തെ രാവ് ബറാഅത്തിന്റെ രാവാണ്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ബറാഅത്ത് രാവിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ച ചില പുതിയ ചിന്താഗതികൾ സമീപകാലം മുതൽ നമ്മുടെ പരിസരങ്ങളിൽ സജീവമാണ്. ബറാഅത്ത് രാവ് ഇല്ല എന്ന് വെറുതെ അങ്ങ് പറയാണ്. ബറാഅത്ത് രാവ് സംബന്ധമായിട്ട് നമ്മുടെ പ്രമാണങ്ങൾ വളരെ വിശാലമായ ചർച്ച നടത്തുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഈ രാവിനെ കുറിച്ച് എത്രയാ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണിത്. ധാരാളം ഹദീസുകൾ സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചർച്ചയാണ് ലൈലത്തുൽ ബറാഅ അഥവാ ശഅബാൻ 15ന്റെ രാവ്. ഇതേക്കുറിച്ച് കൃത്യമായി നമ്മുടെ പ്രമാണങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ബറാഅ എന്നീ 2 പേരുകളിൽ ഏതാണ് ശഅബാൻ 15ന്റെ രാവിന് നൽകപ്പെടുക എന്നതിൽ മാത്രമാണ് പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നത്. ശഅബാൻ 15ന്റെ രാവിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയണോ അതോ ആ രാവിന്റെ പേര് ലൈലത്തുൽ ബറാഅ എന്നാണോ? ഈ വിഷയത്തിൽ മാത്രമാണ് ഇസ്ലാമിക പണ്ഡിത ലോകത്ത്, മുസ്ലിം പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസം. ഏത് പേരാ നൽകേണ്ടത് എന്ന്. അല്ലാതെ ആ 15ന്റെ രാവ്, ശഅബാൻ 15ന്റെ രാവ് ബറാഅത്ത് രാവ് എന്നറിയപ്പെടുന്ന രാവ് മഹത്വം ഇല്ല എന്നല്ല പറയുന്നത്, അതിന് പ്രത്യേകത ഇല്ല എന്നല്ല പറയുന്നത്. ആ രാത്രിയുടെ പേര് ബറാഅത്തിന്റെ രാവ് എന്ന് കൊടുക്കണോ അതല്ല ആ രാത്രിയെ അറിയപ്പെടുന്നത് ലൈലത്തുൽ ഖദർ എന്നോ? ഈ 2 പേരിന്റെ വിഷയത്തിൽ അവർ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ ആ രാവിന് മഹത്വം ഉണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റ അഭിപ്രായക്കാരാണ്.
കാരണം അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ ഈ പേര് എന്ന് പറയുന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പേരിന്റെ വിഷയത്തിൽ മാത്രം, രാവിന്റെ വിഷയത്തിലല്ല. മഹാന്മാരായ സ്വഹാബികളെ കുറിച്ച് മഹാനായ ഇമാം റാസി ഇത് സംബന്ധമായി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇഖ്തലഫു ഫി ഹാദിഹി ലൈലത്തുൽ മുബാറക, ഈ മുബാറക്കായ രാത്രിയെ, അതായത് സൂറത്ത് ദുഖാനിന്റെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്ന തഫ്സീറാണ് ഈ വായിക്കുന്നത്. ഈ മുബാറക്കായ അനുഗ്രഹീതമായ രാത്രിയുടെ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, മറ്റൊന്നുള്ള അഭിപ്രായ വ്യത്യാസം. ഫഖാലൽ അക്സറൂൻ, നമ്മുടെ സ്വഹാബികൾ, താബിഈങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അധികം ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇന്നഹാ ലൈലത്തുൽ ഖദ്ർ, ശഅബാൻ 15 രാവ് ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ശഅബാൻ 15 രാവ് ബറാത്ത് രാവ് എന്ന് നമ്മളൊക്കെ പറയുന്ന രാവിനെ ലൈലത്തുൽ ഖദ്ർ എന്നാ വിളിക്കുക. ലൈലത്തുൽ ഖദ്ർ ആണെങ്കിലും മഹത്വം ഉണ്ട് എന്നാണല്ലോ അതിനർത്ഥം. വഖാല ഇക്രിമത്തു വതായിഫത്തുൻ ആഖർ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ, താബിഈങ്ങൾ, സ്വഹാബികൾ, മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇന്നഹാ ലൈലത്തുൽ ബറാഅ, ശഅബാൻ 15 രാവ് ലൈലത്തുൽ ഖദ്ർ അല്ല, ലൈലത്തുൽ ബറാഅയാണ്. വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നാണോ ഇതിന് പറയേണ്ടത്, ലൈലത്തുൽ ബറാഅ എന്നാണോ പറയേണ്ടത് എന്ന ഒരു അഭിപ്രായ വ്യത്യാസം ചെറുതായി ഉണ്ട് എന്നല്ലാതെ ഈ രാവിന് മഹത്വം ആരും നിഷേധിച്ചിട്ടില്ല. പിന്നെ നവീനമായ ചിന്താഗതികൾ കടന്നു വന്നോടത്ത്, പലതും പരിഷ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയോടത്ത് ചില കുബുദ്ധികൾ പടച്ചുണ്ടാക്കിയതാണ് ബറാഅത്ത് രാവിന്റെ അടിസ്ഥാനം നിഷേധിക്കുക എന്നുള്ള ഈ രീതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ രാത്രി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം നിർണായകമായ രാത്രി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർണായകമാവേണ്ട രാത്രി, ദുആക്ക് ഉറപ്പായും ഉത്തരം കിട്ടുന്ന രാത്രി. ശ്രദ്ധിക്കണേ, പ്രാർത്ഥനയ്ക്ക് ഉറപ്പായും ഉത്തരം കിട്ടുന്ന 5 രാത്രികളെ മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു വബലഗന അന്നഹു കാന യുഖാൽ ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ. 5 രാത്രിയിൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ 5 രാവും ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ലാഭമായി, വലിയ നേട്ടമായി ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അതിപ്രശസ്തമായ ഗ്രന്ഥമാണ് അൽ ഉമ്മ് എന്ന കിതാബ്. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, യുസ്തജാബു ഫീ 5 ലയാൽ, ദുആക്ക് 5 രാത്രിയിൽ ഉത്തരം ഉറപ്പാണ്. അതിൽ കേട്ടോളൂ, ഒന്നാമത്തേത് ഫീ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്, ഒന്നാമത്തെ രാത്രി. 5 രാത്രിയിൽ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന 5 രാത്രിയിൽ ഒന്നാമത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ്. വലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാളിന്റെ തലേ രാത്രി, വലിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവാണ് രണ്ടാമത്തെ രാത്രി. മൂന്നാമത്തേത് വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ രാവ്, റമദാൻ അവസാനിച്ച് നിലാവ് കാണും പെരുന്നാളിന് വേണ്ടി ആ രാവ്. നാലാമത്തേത് അവ്വലി ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രി. റജബ് മാസം തുടങ്ങുമ്പോൾ റജബ് 1 രാത്രി ദുആക്ക് പെട്ടെന്ന് ഇജാബത്താണ്. 5-ാമത്തെ രാത്രി വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാവ്, അതായത് ബറാഅത്ത് രാവ്. ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ട മഹാനായ കിടയറ്റ പണ്ഡിതൻ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അൽ ഉമ്മ് എന്ന് പറയുന്ന കിതാബിൽ വളരെ കൃത്യമായി തന്നെ ഇത് രേഖപ്പെടുത്തുന്നു. ധാരാളം ഫുഖഹാ ഇത് അവരുടെ കിതാബുകളിലും രേഖപ്പെടുത്തുന്നു നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പ്രാർത്ഥനയ്ക്ക് ഉറപ്പായും ഇജാബത്ത് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാത്രിയാണല്ലോ ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിനെ കുറിച്ച് ഖുർആൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ബറാഅത്ത് രാവ് സംബന്ധമായിട്ടുള്ള പരാമർശമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ
ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. സൂറത്ത് ദുഖാനിന്റെ 5 ആയത്തുകളാണ് ഓതിയത്. ഹമീം വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ കിതാബിനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചു ഫി ലൈലത്തിൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട രാത്രിയിൽ. ഇന്നാ കുന്നാ മുൻദിരി, അതായത് 1-ാം ആകാശത്തേക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഖുർആനിനെ മൊത്തവുമായി ഇറക്കിയത് ബറാഅത്തിന്റെ രാവാണ് എന്ന് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറയുന്നു. മഹാന്മാരായ ചില മുഫസ്സിരിങ്ങൾ പറയുന്നു അല്ല, അത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഇറങ്ങിയത് എന്ന്. അതായത് ഖുർആനിന്റെ അവതരണം ഉണ്ടായി എന്ന് പറയുന്ന ആ ഇടത്തിൽ വെച്ചാണ് ലൈലത്ത് മുബാറക്കയാണോ ലൈലത്തുൽ ഖദറാണോ എന്നൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഷഅബാൻ 15 കാര്യത്തിൽ തർക്കമില്ല. ആ രാവിന്റെ പ്രത്യേകത ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, നേരത്തെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾക്ക് തിരുത്തൽ സംഭവിക്കുന്ന രാത്രിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ 2 വിധമാണ്. അള്ളാഹുവിന്റെ ഖലാ 2 വിധമാണ്. ഒന്ന് മാറ്റം വരുന്ന ഖലാ, മറ്റേ ഖലാ മാറ്റം വരാത്ത ഖലാ. നമ്മൾ മരിക്കും എന്നത് മാറ്റമില്ലാത്ത ഖലാ ആണ്. മരിച്ചിരിക്കും, മരിക്കുക എന്നത് അത്ര ഉറപ്പാണ്. പക്ഷെ എപ്പോൾ മരിക്കും എന്നത് മാറ്റം വരുന്ന ഖലാ ആണ്. മാറ്റം വരുന്ന ഖലാ ആണ്. അപ്പൊ അള്ളാഹുവിന്റെ ചില ഖലാഉകളെ അവൻ മാറ്റും. നമ്മൾ ഈ വർഷം ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാണ് എന്നത് അവൻ ഖലാ ആക്കിയതാണ്. പക്ഷെ ആ ഖലാഇനെ അവൻ തിരുത്തും. അത് അതിലും നന്നായി വരാൻ, അതിലും ബർക്കത്തായി വരാൻ, നമ്മുടെ റിസ്ഖിന് വിശാലത ആവാൻ അവൻ ആ ഖലാ തിരുത്താൻ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് കഴിയും. ബറാഅത്ത് രാവിൽ ഇത്തരം ധാരാളം ഖലാഉകൾ തിരുത്തുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. ഏതായാലും മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. തഫ്സീറു റൂഹുൽ ബയാൻ, തഫ്സീറു റാസി അടക്കമുള്ള ധാരാളം തഫ്സീറുകൾ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. വഖാല ഇക്രിമത്തു വതായിഫത്തുൻ ആഖിറുൻ ഇന്നഹാ ലൈലത്തുൽ ബറാഅ വഹിയ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15 രാവ് എന്ന ബറാഅത്തിന്റെ രാവാണ് ഖുർആൻ ഈ പറഞ്ഞ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ ലൈലത്തു മുബാറക. അത് ശഅബാൻ 15 രാവാണ്, അത് ബറാഅത്ത് രാവാണ്. ലൈലത്തു മുബാറക അത് വലിയൊരു അനുഭൂതിയാണ്. ലൈലത്തു മുബാറക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള രാത്രി, അതൊരു അനുഭവമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ ബറക്കത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ നമ്മുടെ അയിമ്മത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട് അന്നമാഉ വസിയാദ എന്നൊക്കെയാ ബറക്കത്തിന്റെ അർത്ഥം. വർധനവ്, ആസ്വാദനം, വലിയ ആത്മതൃപ്തി, വളർച്ച, ഇതൊക്കെയാണ് ബറക്കത്ത്. ഈ ബറക്കത്ത് എന്നത് ലൈലത്ത് മുബാറക എന്ന് പറയപ്പെടുന്ന ബറാഅത്ത് രാവിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. ബറക്കത്ത് നമുക്ക് അള്ളാഹു തന്നതിന്റെ ബറക്കത്തൊക്കെ, അള്ളാഹുവോട് കൂടുതൽ ബറക്കത്ത് ചോദിച്ച് നമുക്ക് അള്ളാഹ് തന്നതിന്റെ ബറക്കത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രാവാണ് ലൈലത്തുൽ മുബാറകയായ ബറാഅത്ത് രാവ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ബറക്കത്തുള്ള പലതും സമ്പാദിക്കാൻ കഴിയണം. ജീവിതത്തിൽ ബറക്കത്തുള്ള പലതും സമ്പാദിക്കാൻ കഴിയണം എന്നോടത്താണ് ബറാഅത്ത് രാവിനെ സമ്പാദിക്കാൻ കഴിയണം. ബറാഅത്ത് രാവിൻ എന്ന് പറയുന്ന മഹത്തായ രാവിന്റെ എല്ലാ ബറക്കത്തുകളെയും സമ്പാദിക്കാൻ കഴിയും. ഏറ്റവും വലിയ സമ്പാദ്യതല്ലേ. ഖുർആൻ ബറക്കത്തുള്ള രാവെന്ന് പറഞ്ഞു. അത് ബറാഅത്തിന്റെ രാവാണെന്ന് മഹാന്മാരായ സ്വഹാബികൾ അഭിപ്രായം പറയുന്നു. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാതെ അറിയപ്പെടുന്നു. എന്ത്? ഷഅബാൻ 15 രാവ്, ബറാഅത്ത് രാവ്, അത് ബറക്കത്തുള്ള രാവാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്തിന്റെ ചില ഉദാഹരണങ്ങൾ മഹാന്മാരായ സ്വഹാബികളിൽ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവാ. മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ ധീരനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ ഒരു തൊപ്പി, ഒരു പഴയ തൊപ്പി യർമൂക്ക് യുദ്ധത്തിൽ വെച്ചിട്ട് മഹാനവറുകൾക്ക് നഷ്ടപ്പെടാണ്. യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പി നഷ്ടപ്പെട്ടപ്പോൾ തന്റെ സൈന്യത്തോട് മഹാനവറുകൾ പറയുന്നുണ്ട്, ഉത്ലുബൂഹാ ഫലം യജ്ദൂഹാ, എന്റെ തൊപ്പി എവിടെയോ അത് അവിടെ പോയി നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം, കുറച്ചു നേരമായി അത് കാണുന്നില്ല. അങ്ങനെ അവര് കുറെ അന്വേഷിച്ചു. ഫലം യജ്ദൂഹ, തന്റെ പ്രിയപ്പെട്ട സൈന്യം അന്വേഷിച്ചോടത്തൊന്നും, സഹാബികൾ അന്വേഷിച്ചോടത്തൊന്നും നേതാവിന്റെ തൊപ്പി കാണാൻ കഴിഞ്ഞില്ല.
സുമ്മ തലബൂഹ, പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അന്വേഷിച്ചു. ഫവജദൂഹ, അപ്പോൾ തൊപ്പി കിട്ടി. വൈദൻ ഹിയ ഖലൻസുവത്തുൻ ഖൽഖ, മഹാനായ ഇമാം ഹക്കീം പറയുന്നു, ആ സമയം കിട്ടിയ തൊപ്പി കൊണ്ടുവന്നപ്പോൾ അതങ്ങ് നുരമ്പി പഴകി തുന്നം പാടിയ ഒരു തൊപ്പി, വളരെ മുഷിഞ്ഞതും പഴക്കമുള്ളതുമായ തൊപ്പി. ആ തൊപ്പി കിട്ടിയപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തിലായി. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ പഴഞ്ചൻ തൊപ്പി കിട്ടിയപ്പോൾ ഇത്രയും സന്തോഷിക്കാനും ഇത് കാണാതെ പോയപ്പോൾ വല്ലാതെ വിഷമിക്കാനും കാരണമുണ്ട് സഹാബികളെ. ഇഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ ഉംറ ചെയ്യാൻ പോയി. ഫഹലഖ റഅസഹു, അന്ന് റസൂലുള്ളാഹി ഉംറ കഴിഞ്ഞ ശേഷം തഹല്ലുലാവാൻ തലമുടി വടിച്ചു. ആ സമയത്ത് വബത്തദറന്നാസു ജവാനിബ ശഅരിഹി, അവിടുത്തെ മുടി അടർന്നു വീഴുമ്പോൾ, തലയിൽ നിന്നും മുടി വടിക്കുമ്പോൾ അത് അടർന്നു വീഴുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റിലും വട്ടമിട്ടുകൂടി ധൃതി വെച്ചു. ഫസബഖതുഹും, അങ്ങനെ ഇരിക്കെ അവരുടെ ഇടയിൽ ഇലാ നാസിയതിഹി, ഹബീബിന്റെ നിറുകന്തലയിലെ മുടി വടിക്കുമ്പോ മറ്റൊരു സ്വഹാബിക്കും അത് കിട്ടിയില്ല. ഞാനത് വേഗം തന്നെ എടുത്തു, എന്നിട്ട് ഞാനത് സൂക്ഷിച്ചു. ഫജഅൽതുഹാ ഫീ ഹാദിഹിൽ ഖലൻസുവ, ഈ തൊപ്പിയുടെ ഉള്ളിൽ ഞാൻ റസൂലുള്ളാഹിയുടെ നെറുകയിൽ നിന്നും അടർന്നു വീണ മുടി വടിച്ചപ്പോൾ അടർന്നു വീണ മുടിയെ ഞാൻ എടുത്ത് ഈ തൊപ്പിയുടെ ഉള്ളിൽ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ മുടിയുള്ള ഒരു തൊപ്പിയാണിത്. ഫലം അശ്ഹദ് ഖിതാലൻ വഹിയ മഈ, ഈ തൊപ്പിയിൽ ആ മുടി വെച്ചുകൊണ്ട് ഞാൻ ഏതൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ, ഇല്ലാ റുസിഖ്തുൻ നസ്റ, എനിക്ക് ആ യുദ്ധത്തിൽ അള്ളാഹു വിജയം തന്നിട്ടല്ലാതെയല്ല, അത്രത്തോളം എനിക്ക് വിജയം ഉറപ്പാണ്. റസൂലുള്ളാഹിയുടെ ബറക്കത്താണിത്. ബറക്കത്ത് എന്നത് ജീവിതത്തിന്റെ അനുഭവമായാൽ അവിടെ നമ്മളെല്ലാം മറക്കും. ബറക്കത്തിന്റെ ഒരു അനുഭവം വേറെ. ലൈലത്ത് മുബാറക്കയായ ബറാഅത്ത് രാവ് ഒരു ബറക്കത്താണ്. നമ്മൾ മറക്കൂല നമ്മുടെ ജീവിതത്തിൽ ഒരു ബറാഅത്ത് രാവ്. എങ്ങനെ? ആ ബറാഅത്ത് രാവിൽ അള്ളാഹുവോട് ചോദിച്ചിട്ട് അള്ളാഹ് തരുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ കിട്ടിയാൽ, കഴിഞ്ഞ ബറാഅത്ത് രാവിനെ ഞാൻ ദുആ എന്നിട്ട് കിട്ടിയതാണ് എന്ന് പറയാൻ ഒരു അനുഭവം ഈ ബറാഅത്ത് രാവിലെ നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാണോ? കഴിഞ്ഞ ബറാഅത്ത് രാവിലെ റബ്ബിനോട് ഞാൻ ദുആ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്, അത് എന്നിൽ നിന്നും ഒഴിവായതാണ് ആ രോഗം, ഞാൻ കഴിഞ്ഞ ബറാഅത്തിന് ദുആ ചെയ്യുന്നതാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു സ്മരണയായി, ഒരു അനുഭവമായി ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് അനുഭവിക്കാൻ കഴിയണം. സ്വഹാബികളൊക്കെ ബറക്കത്ത് അനുഭവിച്ചിട്ട് ആ ബറക്കത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അവരുടെ അനുഭവം കൊണ്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തരാം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വായ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒരു അനുഭവമല്ല, അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം അനുഭവമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മസ്ജിദുൽ ഖുബാഇന്റെ സമീപത്ത് ബിഉറുൽ ഖാത്തം എന്ന ഒരു തോട്ടം ഉണ്ടായി. മസ്ജിദുൽ ഖുബാഇന്റെ തൊട്ടടുത്ത് ബിഉറുൽ ഖാത്തം എന്ന ഒരു തോട്ടം. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു വെള്ളി മോതിരം ഉണ്ടാക്കി. വകാന ഫീ യദിഹി, റസൂലുള്ളാഹിയുടെ കയ്യിലായിരുന്നു ആ മോതിരം. അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ ശേഷം സുമ്മക്കാന ബഅദു ഫീ യദി അബീബക്കർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വരുന്ന കാലഘട്ടത്തിൽ, ഹബീബിന്റെ പിൻഗാമിയായി വരുന്ന കാലഘട്ടത്തിൽ ഈ വെള്ളിയുടെ മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെത്തി. സുമ്മക്കാന ബഅദു ഫീ യദി ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് പദവിയിലേക്ക് കടന്നു വരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കയ്യിലായിരുന്നു റളിയല്ലാഹു അൻഹു ആ വെള്ളി മോതിരം. സുമ്മക്കാന ബഅദു ഫീ യദി ഉസ്മാൻ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായി പിന്നീട് ആ വെള്ളി മോതിരം. ഏകദേശം 6 വർഷക്കാലത്തോളം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഈ വെള്ളി മോതിരം ഉപയോഗിച്ചു. ഏത് വെള്ളി മോതിരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ അണിഞ്ഞ വെള്ളി മോതിരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ലോകം കണ്ട അമ്പിയാക്കൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ മഹാൻ അണിഞ്ഞ മോതിരം, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മഹാവ്യക്തിത്വം അണിഞ്ഞ ആ മുബാറക്കായ മോതിരം. അത് ഇപ്പോൾ ഉള്ളത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. 6 കൊല്ലായി കയ്യിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നു. ഹത്താ വഖഅ ബഅദു ഫീ ബിഇരി അരീസ്, അരീസ് കിണറിൽ, അരീസ് കിണർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അരീസ് ഗോത്രക്കാരുടെ കിണർ എന്നറിയപ്പെടുന്ന ആ കിണറിൽ പിന്നീട് ഈ മോതിരം നഷ്ടപ്പെട്ടു പോയി.
ഈ മോതിരത്തിന്റെ പ്രത്യേകത, ആ മോതിരത്തിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഹമ്മദു റസൂലുള്ളാഹി എന്നാണ്. നഖ്സുഹു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബറക്കത്ത് നോക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടത്തിലാക്കി. ആ 6 വർഷം കൂടെ ഉണ്ടായിരുന്ന മോതിരത്തിന്റെ ഒരു ബറക്കത്ത്, അത് ഒരു ദിവസം അങ്ങോട്ട് അടുത്തുനിന്ന് മാറുമുണ്ടാവുന്ന നഷ്ടവും ആ ഒരു ഗ്യാപ്പും അതിൽ നിന്നും കിട്ടുന്ന ഒരു ആത്മതൃപ്തിയും സന്തോഷവും ഒരു ധൈര്യവും ഒക്കെ വേറെ തന്നെയാണ് അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിന് ധൈര്യം ഉണ്ടാക്കാൻ എല്ലാ വെള്ളിയാഴ്ച രാവും ദ്വാരന്ന് നമുക്ക് സാധ്യമാവണം. നമുക്ക് മുന്നിലേക്ക് കിട്ടുന്ന അനുഗ്രഹീതം എന്ന് പറയുന്ന മുബാറക്കായ ഏറ്റവും നല്ലൊരു സമയമാണ് വെള്ളിയാഴ്ച രാവ്. കൊല്ലത്തിൽ ഒരിക്കലാ കിട്ടാ ബറാഅത്ത് രാവ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം ഈ ബറാഅത്ത് രാവിന്റെ ദുആയാവണം, അമലാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും ആ മോതിരം ഒരു അരീസിൽ പോയി, ആ കിണറിൽ വീണു പോയി. മസ്ജിദുൽ ഖുബാഇന്റെ സമീപത്തുണ്ടായിരുന്ന ബിഉർ ഖാത്തം എന്ന് അറിയപ്പെടുന്ന തോട്ടം, ബിഉർ ഖാത്തം എന്ന തോട്ടത്തിൽ, അതായത് മോതിരം പോയ തോട്ടം എന്ന ബിഉർ ഖാത്തം എന്ന തോട്ടം, അതായത് മോതിരം പോയ കിണർ സ്ഥിതി ചെയ്യുന്ന തോട്ടം, മോതിരം പോയ കിണർ സ്ഥിതി ചെയ്യുന്ന തോട്ടം. ചരിത്രത്തിൽ ഇത് വലിയ ചർച്ചയായി. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3 ദിവസം തുടർച്ചയായിട്ട് മഹാനവറുകൾക്ക് ഈ മോതിരം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പണികളും എടുത്തു എന്നുള്ളതാ. വഖദ് ജിത്തഹദ, എല്ലാ പണിയെടുത്തു. ഫി സലാസത അയ്യാം, 3 ദിവസം രാവുല പകലുല കഠിനമായ പണിയെടുത്തു. ഫിസ്തിഖ്റാജിഹി ബികുല്ലി മാ വജദഹു സബീല, ഏതെല്ലാം മാർഗത്താൽ കഴിയുന്നു ആ മാർഗം മുഴുവനും ആ തോട്ടം ആരിച്ചു പെറുക്കി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഫലം യൽഖഹു, മഹാനവറുകൾക്ക് ആ മോതിരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തിനാണ് ഇത്ര കണ്ട് സാഹസികമായി ഒരു മോതിരം പോയാൽ ഇത്ര ശ്രമിക്കുന്നത്? റസൂലുള്ളാഹിയുടെ പേരുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിട്ടുള്ള, ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിട്ടുള്ള ഒരു ബർക്കത്ത് എന്ത് എന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമാവല് അതൊരു വസ്തുവിലൂടെ മഹാനവറുകൾക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ നമുക്കൊരു രാവിലൂടെ ഖുർആൻ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് വസ്തുക്കൾക്ക് മാത്രമല്ല, രാവുകൾക്ക് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്, സ്ഥലങ്ങൾക്ക് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തിക്ക് ബറക്കത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അനവധി നിരവധി. കഅബയെ കുറിച്ച് ബറക്കത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു, അള്ളാഹു ബറക്കത്തുള്ളവന. ഇങ്ങനെ ബറക്കത്തിനെ കുറിച്ച് ഒരുപാട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു ബറക്കത്ത് ഖുർആൻ പറഞ്ഞ ലൈലത്ത് മുബാറക്കയാണ് ബറാഅത്ത് രാവ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ആ ബറക്കത്ത് എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചത് കൊണ്ടാണ് ആ മോതിരത്തെ കണ്ടെടുക്കാൻ വേണ്ടി ഇത്രയും വലിയ ഒരു ശ്രമം നടത്തിയത്. അപ്പോ ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അനുഭവിച്ചാൽ ആ ബറാഅത്ത് രാവിൽ അത്രത്തോളം നമ്മൾ നമ്മുടെ ആയുസ്സിൽ പരിശ്രമിക്കും. അത് ഈ ബറാഅത്തിലൂടെ അനുഭവിക്കാൻ കഴിയണം. ഈ അടുത്ത ദിവസം ഒരു സഹോദരി എന്നോട് ഒരു ദുആ വസിയത്തുമായി സമീപിച്ചപ്പോൾ അവര് ഇക്കഴിഞ്ഞ മാസമുണ്ടായ ഏറ്റവും നല്ല ഒരു ദിവസത്തിൽ അവർക്ക് ദുആ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഉത്തരം ഈ മാസത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവർ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അനുഗ്രഹീതം എന്ന് പറഞ്ഞ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന പല രാവുകളെയും പല സമയങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇത്ര വലിയൊരു അനുഭവമായി, ഒരു സന്തോഷമായി, ഒരു ഓർമ്മയായി ജീവിതത്തോട് ചേരുകയാണ് അത്തരം സന്ദർഭങ്ങൾ. നമ്മുടെ ജീവിതത്തോട് ചേരണം ഈ ബറാഅത്ത് രാവിന്റെ സന്ദർഭം. നമുക്ക് ദുആ കൊണ്ട് നേടണം, ഇബാദത്ത് കൊണ്ട് നേടണം. ഒരു അനുഭവമായി നാളെ ഒരാളോട് നമ്മുടെ അനുഭവം എന്ന് പറയുന്ന ഏറ്റവും വലിയ അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ, എനിക്ക് കഴിഞ്ഞ ബറാഅത്തിന് ഇങ്ങനെ കിട്ടിയതാ, നീയും ഈ ബറാഅത്തിന് ദുആ ഇറക്കണം, നീയും ഈ ബറാഅത്തിന് ഒരുങ്ങണം, അള്ളാഹു വലിയ നേട്ടം തരുന്ന ബറാഅത്ത് രാവ് പാഴാക്കല്ലേ എന്ന് 10 ആളോട് പറയാൻ പറ്റും വിധം നമുക്കതൊരു ദഅവത്തിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു അനുഭവമായി ബറാഅത്തിനെ ഉപയോഗിക്കുക, ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ സ്വഹാബികളൊക്കെ ബറക്കത്ത് എന്ന് പറയുന്ന വലിയ അനുഭവത്തിലേക്ക് ജീവിതത്തെ എത്തിച്ചത് നമ്മൾ ഒന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആൻ ബറക്കത്തുള്ള രാവ് എന്ന് പറഞ്ഞ ഈ ബറാഅത്ത് രാവിനെ നമ്മളും ഉപയോഗപ്പെടുത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചരിത്രത്തിൽ ഏറെ ചർച്ചയാണ് ബറാഅത്ത് രാവ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏറെ ചർച്ചയാണ് ബറാഅത്ത് രാവ്. അത് ഇല്ല എന്ന് 10 ആള് പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല. കാരണം 10 അല്ല 10,000 പേര് പറയുന്നുണ്ട് അല്ല ഇല്ലാന്ന്, എന്ന് വെച്ചാൽ അല്ല ഇല്ലാതെ ആവുന്നില്ല.
ഒരു കാര്യത്തെ നിഷേധിക്കുന്നു എന്നുള്ളിടത്ത് അത് ഇല്ലായിക വരല്ല, നേരെ മറിച്ച് ആ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മതപരമായ നിലപാടുകളെ ബോധ്യപ്പെട്ട് നമ്മൾ ആ ഇല്ല എന്ന് പറയുന്നിടത്ത് അനുഷ്ഠാന പദങ്ങളിൽ അതിന്റെ ഉത്തരം കണ്ടെത്തണം. ഇല്ല എന്ന് പറയുന്നവർ പറയട്ടെ, അള്ളാഹുവിന്റെ ദീനിൽ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട, അതുപോലെ തന്നെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട, മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട ബറാഅത്ത് രാവ് ലോകത്ത് അറിയപ്പെടുന്നത് പ്രധാനമായും പ്രമാണങ്ങൾ പഠിപ്പിച്ചത് 4 പേരുകളിലായിട്ടാണ്. ബറാഅത്ത് രാവിന് 4 പേരുണ്ട്. വലഹ അർബഅത്ത് അസ്മാ. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിലും ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിലും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ദുഖാനിന്റെ വ്യാഖ്യാനത്തില് ബറാഅത്ത് രാവിന് 4 പേരുകളാണ് ഉള്ളത്. ഒന്ന് ലൈലത്ത് മുബാറക്ക, ഒന്നാമത്തെ പേര് തന്നെ ലൈലത്ത് മുബാറക്ക എന്ന, ബറക്കത്തുള്ള രാവ് എന്ന. കാരണം ലികസറത്തി ഖൈരിഹാ വ ബറകതിഹാ അലൽ ആലമീന ഫീഹാ, ഈ രാത്രിയിൽ ബറാഅത്ത് രാവിൽ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും ഈ രാവിന്റെ ഖൈറും ബറക്കത്തും ധാരാളം കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാത്രിയിൽ ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്കും ഈ രാത്രിയിൽ ധാരാളം ഈ രാവിന്റെ ഖൈറും ബറക്കത്തും കിട്ടുന്നു എന്ന അടിസ്ഥാനത്തിൽ ഇതിന് ലൈലത്ത് മുബാറക്ക എന്ന പേരുണ്ട്. ആ പേര് പറഞ്ഞത് ഖുർആനാണ്. വഇന്ന ബറകാതി ജമാലിഹി തആല തസ്ലീല കുല്ലി ദുർറത്തിൻ മിനൽ അർശി ഇല സറാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിലുള്ള കോടാനുകോടി ബറക്കത്തുകൾ അവന്റെ അർശ് മുതൽക്ക് ഈ ഭൂമിയിലെ ഓരോ മൺതരികൾക്ക് പോലും കിട്ടുമെന്ന് പറയപ്പെടാൻ പറ്റുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. നമുക്കും കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കമാ ഫീ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റും ഇതുപോലെ തന്നെയാണ്. ലൈലത്തുൽ ഖദ്റിന് കൊടുക്കുന്ന പ്രാധാന്യം ലൈലത്തുൽ ബറാഅക്ക് കൊടുക്കണം. മാത്രവുമല്ല, ഈ ലൈലത്തുൽ ബറാഅയിലുണ്ടല്ലോ ബറാഅത്തിന്റെ രാവിലെ, وفي تلك الليلة اجتماع جميع الملائكة في حظيرة القدس. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാഗമാണ് ഹളീറത്തുൽ ഖുദ്സ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കിട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലെ ഹളീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന ഭാഗത്ത് സർവ്വ മലക്കുകളും സംഗമിക്കുന്നത് ബറാഅത്തിന്റെ രാവില. ഒരു മുബാറക്കായ ബറക്കത്തുള്ള രാവാണ് ബറാഅത്തിന്റെ രാവ്. അപ്പൊ ഈ ബറാഅത്ത് രാവിന് ഒന്നാമത്തെ പേര് ബറക്കത്തുള്ള രാത്രി, ലൈലത്തു മുബാറക്ക എന്നുള്ളതാണ്. രണ്ടാമത്തെ പേര് ലൈലത്തുർ റഹ്മ, അള്ളാന്റെ കാരുണ്യം കിട്ടുന്ന രാവ്. മൂന്നാമത്തെ പേര് ലൈലത്തുൽ ബറാഅ, മോചനത്തിന്റെ രാവ്. എന്ത് മോചനം? നരകമോചനം, പാപമോചനം, എല്ലാ അനിഷ്ടകരമായ അവസ്ഥകളിൽ നിന്നുള്ള മോചനം, ഖബർ ശിക്ഷയുടെ മോചനം, ലൈലത്തുൽ ബറാഅ. നാലാമത്തെ പേര് ലൈലത്തുൽ സുക്കി, അതായത് പ്രതിഫലം പൂർത്തീകരിച്ച് കിട്ടുന്ന രാവ്. എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അദ്ദേഹം അതായത് കച്ചവടത്തിന് കടം കൊടുക്കുന്ന കടം, ഞങ്ങളുടെ നാട്ടിൽ പറ്റ് കൊടുക്കാന്ന് പറയും, അത് പൂർത്തീകരിച്ചു വാങ്ങും. എല്ലാ ശനിയാഴ്ച അയാൾ പൂർത്തീകരിച്ചു വാങ്ങും എന്ന ആ അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സുക്ക് എന്നുള്ളത്. അപ്പൊ ലൈലത്തു സുക്ക് എന്ന് ഇതിനൊരു പേരുണ്ട്. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്നും പ്രതിഫലം പൂർത്തീകരിച്ചു വാങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, നരക സംബന്ധമായിട്ടുള്ളതായ എല്ലാ പ്രതിസന്ധികൾ, പരലോക പരാജയ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾ തന്റെ അടിമകളിൽ നിന്നും അള്ളാഹു അഴിച്ചു മാറ്റുന്ന രാത്രി എന്നൊരർത്ഥവും കൂടി ലൈലത്തു സുക്കിന് പറയപ്പെടുന്നുണ്ട്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു, ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള രാവാണ് ഈ ലൈലത്ത് മുബാറക്ക. ബറക്കത്ത് ചില സമയത്ത് നമുക്കൊരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. മഹാന്മാരായ സ്വഹാബികൾക്കൊക്കെ ഷഅബാൻ 15 ബറാഅത്ത് രാവിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ദുഖാന്റെ വ്യാഖ്യാനത്തില് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ, മഹാനവറുകൾക്ക് ഈ ലൈലത്തുൽ ബറാഅയില് ബറാഅത്തിന്റെ രാവിലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ലമ്മാ റഫഅ റഅസഹു മിൻ സ്വലാത്തിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ 15 രാവിലെ മഹാനവറുകൾ നിസ്കരിച്ച് ഹയാത്താക്കാണ്. ആ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ മുകളിലേക്ക് ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ, ലമ്മാ റഫഅ റഅസഹു മിൻ സ്വലാത്തിഹി, നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ മുകളിലേക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ മഹാനവറുകൾ കണ്ടത് പച്ച നിറത്തിലുള്ള ഒരു വൃക്ഷം കണ്ടു. മഹാനവറുകൾ
ആകാശത്തേക്ക് നോക്കിയപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു വൃക്ഷം ആ പ്രകാശം സ്ഫുരിച്ചു നിൽക്കുന്ന, പ്രകാശം ജ്വലിച്ചു നിൽക്കുന്ന പച്ച നിറത്തിലുള്ള ആകാശത്തില് ആ മഹാൻ കണ്ട വൃക്ഷത്തിന്റെ ആ പ്രകാശം, ആകാശം നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം, അതിലെഴുതിയിട്ടുണ്ട് ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി. ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും അന്ന് ആകാശത്തിൽ എഴുതി വെച്ചത് കണ്ടു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. സൂറത്ത് ദുഖാനിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു. എന്താ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കണ്ടത്? ഹദിഹി ബറാഅത്തും മിനന്നാർ, ഈ രാത്രി ഉണ്ടല്ലോ നരകമോചനത്തിന്റെ രാത്രിയാണ്. ആരാ മോചനം നൽകാ? മിനൽ മലിക്കിൽ അസീസ്, പ്രതാപവതിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന രാജാതിരാജൻ നരകമോചനം നൽകുന്നു ലിഅബ്ദിഹി, അവന്റെ പ്രിയപ്പെട്ട അടിമക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ രാവാണ് ഈ രാവ് എന്ന് ആകാശത്തിൽ താൻ കണ്ട, കണ്ണുകൊണ്ട് നേരെ കണ്ട ആ പ്രകാശം, ആ പ്രകാശത്തിന്റെ തെളിച്ചത്തിൽ എഴുതി വെച്ചിരിക്കുക. ഈ രാവ് രാജാതിരാജനായ തമ്പുരാൻ തന്റെ അടിമക്ക് നരകമോചനം നൽകുന്ന രാവ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജീവിതത്തിൽ ബറാഅത്ത് രാവ് കടന്നു പോകുമ്പോ അതൊരു നഷ്ടക്കച്ചവടാവരുത്, അതൊരു ലാഭക്കച്ചവടാവണം. അതിന്റെ ബറക്കത്തുകളെ നമ്മൾ നേടണം. 5 പ്രത്യേകതയായി ഈ രാവിനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി പറയുന്നത്, ഒന്ന് പെട്ടെന്ന് പറയാം. 5 പ്രത്യേകതയാ ബറാഅത്ത് രാവിനുള്ളത്. വഖീല ഹാദിഹി ലൈലത്തു മുഖ്തസത്തുൻ ബിഖംസി ഖിസാൽ. മഹാനായ ഇമാം റാസി രേഖപ്പെടുത്തുന്നു 5 പ്രത്യേകതയാ ബറാഅത്ത് രാവിനുള്ളത്. ഒന്നാമത്തേത്, അള്ളാഹു നേരത്തെ നിശ്ചയിച്ച പല ഖലാകളിലും മാറ്റം വരുത്തും അടിമ ചോദിക്കുന്നതനുസരിച്ച്. അള്ളാഹുവിന്റെ ഖലാ 2 വിധമാണെന്ന് നേരത്തെ പറഞ്ഞു. 2 വിധമുള്ള ഖലാ, ചിലത് മാറ്റം വരുത്താം, ചിലത് മാറ്റം വരുത്താൻ പറ്റാത്ത ഖലാ. റബ്ബിന്റെ വിധിയിൽ ഖലായിൽ മാറ്റം വരുത്തേണ്ട ഖലാകളുണ്ട്. അടിമ ആവശ്യപ്പെട്ടാൽ അള്ളാഹു അത് മാറ്റി കൊടുക്കും. ഉദാഹരണം, പടച്ചോനെ എനിക്കിപ്പോ ജീവിക്കാൻ പ്രയാസമുണ്ട്, ആ പ്രയാസങ്ങളൊക്കെ മാറ്റി എന്റെ റിസ്ഖില് നീ തന്ന എന്റെ ജീവിത മാർഗത്തിൽ ബറക്കത്ത് നൽകണമെന്ന് ചോദിച്ചാൽ അള്ളാഹു അതിൽ മാറ്റം കൊടുക്കും. നിലവിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ബറക്കത്ത് അള്ളാഹു കൂടുതലാക്കും. പടച്ചോനെ തന്നിരിക്കുന്ന ആയുസ് നീ ദീർഘമാക്കി തരണേ, അള്ളാഹുവെ നീ തന്ന രോഗം നീ ശിഫയാക്കണേ. ഇതൊക്കെ ഇങ്ങ് ചോദിക്കുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ സ്വഭാവ സംസ്കരണം, ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും, ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങളും ഒക്കെ തുറന്നു പറയാൻ അള്ളാഹുവിന്റെ മുന്നിൽ അതിനു വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഖലാഇനെ തിരുത്താൻ, അതിനു വേണ്ടിയിട്ട് ഈ രാവ് അള്ളാഹു ഒരു പ്രത്യേക സമയമായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ഈ രാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത. തഫ്രീഖു കുല്ലി അംരിൻ ഹകീം ഫിഹാ. ആ രാവിൽ അള്ളാഹു നേരത്തെ നിശ്ചയിച്ച പല കാര്യങ്ങളും, പല ഖലാകളും തിരുത്തുന്നു എന്നുള്ളതാണ് ബറാഅത്ത് രാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. രണ്ടാമത്തെ പ്രത്യേകത ഫളീലത്തുൽ ഇബാദത്തി ഫിഹാ. ബറക്കത്തുള്ള രാത്രിയിൽ ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേക പരിഗണന. സാധാരണയേക്കാൾ കൂടുതൽ അന്ന് ഇബാദത്തുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, ഈ രാവിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. പടച്ചവന് നമ്മോട് വല്ലാത്ത സ്നേഹവും വാത്സല്യമായിരിക്കും. അത് ഉപയോഗപ്പെടുത്തണം ആ രാവിലെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മോട് തോന്നുന്ന സമയത്ത് അവനോട് നമുക്ക് ആവശ്യമുള്ള ചോദിക്കാലോ. അള്ളാഹുവിന് നമ്മോട്, അവന്റെ അടിമയോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉണ്ടാകുന്ന ഒരു രാത്രിയാണ്. ആ സമയത്ത് അവനോട് എന്തും ചോദിക്കാലോ. എന്തും ചോദിച്ചോളൂ എന്ന് അവൻ ഒന്നാനാകാശത്ത് വന്ന് വിളിച്ചു ചോദിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മൂന്നാമത്തെ പ്രത്യേകത, അള്ളാഹിന്റെ കാരുണ്യവും സ്നേഹവും ഒക്കെ ഭൂമിയിലേക്ക് യഥേഷ്ടം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ബറാഅത്ത് രാവിന്റെ നാലാമത്തെ പ്രത്യേകത, മറ്റൊരു രാത്രിയിലും കിട്ടാത്ത മഗ്ഫിറത്ത് അന്ന് കിട്ടും. എത്ര പാപം ചെയ്താലും അള്ളാഹുവോട് അന്ന് പൊറുക്കൽ ചോദിച്ചാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നു, പ്രത്യേകമായ മഗ്ഫിറത്ത് അള്ളാഹു നൽകും. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പൊറുക്കാൻ ചോദിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഒന്ന് പുറത്തു കൊടുക്കും എന്ന്. ഏതായാലും ഈ രാവിന്റെ അഞ്ചാമത്തെ പ്രത്യേകത, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ സമുദായത്തെ ശഫാഅത്ത് ചെയ്യാനുള്ളതായ പൂർണ്ണമായ അവകാശം അള്ളാഹു കൊടുത്തു എന്നുള്ളതാണ് ഈ രാവിന്റെ അഞ്ചാമത്തെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ അവിടുത്തെ സ്വലാത്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഷഅബാൻ മാസം സ്വലാത്തിന്റെ മാസമാണ്. ഷഅബാൻ 15 രാവിന് സ്വലാത്തിനോട് ബന്ധമുണ്ട്. ഷഅബാൻ 15 രാവ് ഷഫാഅത്ത് കിട്ടിയ, ഷഫാഅത്തിനുള്ള പൂർണ്ണമായ അർഹത കിട്ടിയ രാവാണ്.
അപ്പൊ അതനുസരിച്ച് സ്വലാത്തുമായുള്ള ബന്ധത്തിൽ ഷഫാഅത്തിലേക്ക് ചേരാനും ഈ രാവിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറാഅത്ത് രാവ് വന്നാൽ ആ സമയത്തെ പാഴാക്കല്ലേ, ബറക്കത്തുള്ളതാണ്, ബറക്കത്ത് അനുഭവമാവണം. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവും വിധം ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.